ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് SLC കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പാഠത്തിലെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓരോ ബ്ലോക്കുകളും അവരുടെ പ്രത്യേകതകളുമാണ്. നമുക്കറിയാം 4 ബ്ലോക്കുണ്ട്. എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ 4 ബ്ലോക്കുകളാണുള്ളത്. അപ്പം നമുക്ക് ഓരോ ബ്ലോക്കിൻ്റെ പ്രത്യേകതകളായിട്ട് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് എസ് ബ്ലോക്കാണ്. എസ് ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ഇൻ ടു ദ എസ് സബ് ഷെൽ ഓഫ് ദ ലാസ്റ്റ് ഷെൽ ആർ കോൾഡ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പം ഒരു എലമെൻറ്റിലെ ഇലക്ട്രോൺസ് ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് എസ് സബ് ഷെല്ലിലാണ് ഫില്ലാവുന്നതെങ്കിൽ അത് എസ് ബ്ലോക്കിലുള്ള എലമെൻ്റ് ആയിരിക്കും. ഒരു എലമെൻറ്റിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? എസ് സബ് ഷെല്ലിലാണ് ഫില്ലാവുന്നതെന്നുണ്ടെങ്കിൽ അതെന്തിലായിരിക്കും? എസ് ബ്ലോക്കിലായിരിക്കും ആ എലമെൻറ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇപ്പം ആദ്യത്തെ നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 2 ഗ്രൂപ്പ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് എന്ത് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പിലെയും എലമെൻറ്റ്സ്. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും, ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കും. ആൽക്കലി മെറ്റൽസ്. ഗ്രൂപ്പ് 1ന് ആൽക്കലി മെറ്റൽസ് എന്നും ഗ്രൂപ്പ് 2ന് ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നും ഒരു നെയിമുണ്ട്. ഓക്കെ, ഈ നെയിമും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം കൂടെ ചേർന്നിട്ടാണ് എന്താവുന്നത്? എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആവുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ് ഷെൽ വിൽ ബി ദ ഗ്രൂപ്പ് നമ്പർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും പുറത്തുള്ള എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് തന്നെയാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ. ഏറ്റവും പുറത്ത്, ഔട്ടർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറത്തുള്ള എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 1 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. നമുക്കറിയാം എസ് സബ് ഷെല്ലിൽ ആകെ 2 ഇലക്ട്രോണെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും, 2 ആണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? സെക്കൻഡ് ഗ്രൂപ്പിലും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ, എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പി ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ആരാണ്? ദ എലമെൻറ്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു ദ പി സബ് ഷെൽ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ആർ കോൾഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. അവസാനത്തെ ഇലക്ട്രോൺ, എലമെൻറ്റിലെ അവസാനത്തെ ഇലക്ട്രോൺ പി സബ് ഷെല്ലിലാണ് ഫില്ലാവുന്നത് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ പി സബ് ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫില്ലാവുന്നതെങ്കിൽ അതെന്തായിരിക്കും? പി ബ്ലോക്കിലായിരിക്കും വരുന്നത്. ആ എലമെൻ്റ് ഏതായിരിക്കും? പി ബ്ലോക്കിലായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പീരിയോഡിക് ടേബിളിൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പം നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ പ്രധാനമായിട്ടുള്ള 2 പോയിൻ്റാണ് പഠിച്ചത്. എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ പി സബ് ഷെല്ലിലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ലാവുന്നത് എങ്കിൽ അത് പി ബ്ലോക്കിലായിരിക്കും. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്താണ്? പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് എന്ത് നോക്കാം? ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബ്ലോക്ക് എലമെൻറ്റ്സ്. പി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സിമ്പിളാണ്. നമ്മുടെ ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ എണ്ണത്തിൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ ആ എണ്ണത്തിൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 3 ആണ് ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ആ 3ൻ്റെ കൂടെ 12 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 3 + 12 15 എന്ന് കിട്ടും. അപ്പം 15ാമത്തെ ഗ്രൂപ്പാണ്. ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളതെങ്കിൽ 5 + 12 17 എന്ന് കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് എത്രയാണ്? 17 എന്ന് കിട്ടും. നമുക്കറിയാം പി സബ് ഷെല്ലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. പരമാവധി 6 വരെ പറ്റത്തുള്ളൂ. ഔട്ടർ മോസ്റ്റ് പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരെ വരാൻ സാധിക്കുള്ളൂ? 6 വരെ വരാൻ സാധിക്കുള്ളൂ. അപ്പം ആ 6 + 12 എന്ന് പറയുന്ന മാക്സിമം 18, ഗ്രൂപ്പ് 18 വരെ കിട്ടും. സോ ഓക്കെ, എന്താണ്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പും കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് ബ്ലോക്കുകളെക്കാളും കൂടുതൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്
എന്ത് ചെയ്യുന്നുണ്ട്, അവസാനത്തെ ഇലക്ട്രോൺ, അതായത് ഒരു എലമെൻറ്റിലെ അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷെല്ലിലാണ് ഫില്ലാവുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആയിരിക്കും. സിമ്പിളാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ തന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എന്ത് ഡി സബ്ഷെല്ലിലാണ് ഫില്ലാവുന്നതെങ്കിൽ അത് ഡി ബ്ലോക്ക് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്, എത്ര, 3 to 12 വരെയുള്ള ഗ്രൂപ്പിനെയാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. 3 to 12 വരെയുള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഗ്രൂപ്പ് നമ്പർ അടുത്തതായിട്ട് എന്താണ്, ഈ ഡി ബ്ലോക്കിലെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏറ്റവും പുറത്തുള്ള എസ് സബ്ഷെല്ലിലെയും തൊട്ടകത്തുള്ള ഡി സബ്ഷെല്ലിലെയും കൂടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടിയാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ പറയുന്നത്. എങ്ങനെയാണ് ശ്രദ്ധിച്ചോണം, ബാക്കിയുള്ളത് പോലെയല്ല. ഏറ്റവും പുറത്തുള്ള ഡി സബ്ഷെല്ലിൻ്റെയും എസ് സബ്ഷെല്ലിൻ്റെയും ഇലക്ട്രോണുകളുടെ എണ്ണം ആകെ കൂട്ടിയെടുക്കും. രണ്ടും കൂടെ കൂട്ടിയെടുത്ത് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഏറ്റവും പുറത്തെ എസ്സിലെയും ഡിയിലെയും സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂട്ടിയെടുത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ പറയുന്നത്. അടുത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ അവരെല്ലാം ഡി ബ്ലോക്കിലെ എല്ലാ എലമെൻറ്റ്സും എന്താണ്, മെറ്റൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡി ബ്ലോക്കിലെ എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിലും അതുപോലെ തന്നെ പിരീഡിലും അവരുടെ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റീസ് കാണിക്കാറുണ്ട്. ഗ്രൂപ്പിലായിരുന്നാലും പിരീഡിലായിരുന്നാലും ഒരുപോലെ തന്നെ അതിനകത്തുള്ള എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ത് ചെയ്യും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഒരേ എലമെൻറ്റ് തന്നെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പിലും പിരീഡിലും ഒരുപോലെ പ്രോപ്പർട്ടിയിൽ സിമിലാരിറ്റി കാണിക്കുന്നതെന്ന് നോക്കാം. ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ ജനറലി ദ സെയിം ഇൻ എ ഗ്രൂപ്പ് ആൻഡ് ആൾസോ അലോങ് എ പീരീഡ്. Therefore, they show similarities in properties നോട്ട് ഓൺലി ഇൻ ഗ്രൂപ്പ് ബട്ട് ആൾസോ ഇൻ പീരീഡ്. ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, ഗ്രൂപ്പിലായിരുന്നാലും പീരീഡിലായിരുന്നാലും ഒരുപോലെയാണ്. അതായത് ഏറ്റവും പുറത്ത സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിലായിരുന്നാലും പീരീഡിലായിരുന്നാലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പിലായിരുന്നാലും പീരീഡിലായിരുന്നാലും എന്ത് കാണിക്കുന്ന, ഒരുപോലെ സിമിലാരിറ്റീസ് കാണിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടേമും കൂടെ മനസ്സിലാക്കി വെച്ചേക്കാം, എന്താണ് വാലൻസി എന്നുള്ളത്. വാലൻസി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ്, ലോസ്റ്റ് ഓർ ഷെയർഡ് ബൈ ആൻ ആറ്റം ഡ്യൂറിങ് കെമിക്കൽ കോമ്പിനേഷൻസ്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലമെൻറ്റ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനെ ലോസ് ചെയ്തതോ അല്ലെങ്കിൽ അതിന് ഗെയിൻ ചെയ്തതോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്തതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് എന്തെന്ന് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എലമെൻറ്റ് ഒരു റിയാക്ഷനിൽ എത്രത്തോളം ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ചെയ്തു അല്ലെങ്കിൽ ഷെയർ ചെയ്തു എന്നുള്ള ആ ഇലക്ട്രോൺസിൻ്റെ എണ്ണത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, വാലൻസി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ ചില എലമെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട്സും അയോൺസും ഒക്കെ ചില കളേർഡ് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കോമ്പൗണ്ട്സ് അവരുടെ കളേഴ്സും നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം. ആദ്യമായിട്ട് പറയുന്ന കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റിൻ്റെ എന്താണ്, ബ്ലൂ കളറാണ്. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ. അടുത്തായിട്ട് കൊബാൾട്ട് നൈട്രേറ്റ്. കൊബാൾട്ട് നൈട്രേറ്റ് ലൈറ്റ് പിങ്ക് കളറാണ്. അടുത്തായിട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡീപ്പ് പർപ്പിൾ കളറാണ്. ഇത് നമുക്കറിയാമെന്നുള്ളതാണ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഡീപ്പ് പർപ്പിൾ കളർ. ഫെറസ് സൾഫേറ്റ് ലൈറ്റ് ഗ്രീനും കുപ്രിക് ക്ലോറൈഡ് ഗ്രീൻ കളറുമാണ്. അപ്പോൾ ഇതെന്താണ്, ഓരോ കോമ്പൗണ്ട്സ് അവരുടെ കളറുമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ലാസ്റ്റായിട്ട് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ യൂസും കൂടെ നമുക്കൊന്ന് നോക്കാം. കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആർ യൂസ്ഫുൾ ഫോർ ഗിവിങ് കളർ ടു ഗ്ലാസസ് ആൻഡ് ഇൻ ഓയിൽ പെയിൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ്സിന് കളർ കൊടുക്കാനും ഓയിൽ പെയിൻറ്റ്സിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സും അതിൻ്റെ കോമ്പൗണ്ട്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് നോക്കാം. എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് ഇലക്ട്രോൺ, എലമെൻറ്റിലെ ലാസ്റ്റ് ഇലക്ട്രോൺ എഫ് സബ്ഷെല്ലിലാണ് എൻ്റർ ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്, എഫ് ബ്ലോക്ക് എലമെൻ്റ് ആണ്. അപ്പോൾ എഫ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ ലന്ധാനത്തിനും ആക്ടിയത്തിനും ശേഷം വരുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകം 2 റോയായിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ റോയിനെ ലാക്ടനോയിഡ്സ് എന്നും രണ്ടാമത്തെ റോയിനെ ആക്ടിനോയിഡ്സ് എന്നും നമ്മൾ പറയും. ലാന്തനോയിഡ്സ്, ആദ്യത്തെ റോ ലാന്തനോയിഡ്സും രണ്ടാമത്തെ റോ ആക്ടിനോയിഡ്സ് എന്ന് പറയും. ഡി ബ്ലോക്ക് എലമെൻസിനെ പോലെ തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയും ഇതിനകത്ത്
ഇതിനകത്തുള്ള എലമെൻറ്റ്സ് വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുണ്ട്. അതേപോലെ തന്നെ ആക്ടിനോയിഡ്സിൽ കൂടുതൽ ആൾക്കാർ റേഡിയോ ആക്റ്റീവാണ്. അതുപോലെ തന്നെ അവരെല്ലാം എന്താണ് ആർട്ടിഫിഷ്യൽ എലമെൻസുമാണ്. കൂടാതെ ഇതിനകത്തുള്ള യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്നിവ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ആണവ നിലയങ്ങളിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നവരെയാണ് എന്ന് പറയുന്നത് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്ന് പറയുന്ന എലമെൻറ്റ്സ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞ 2 പോയിന്റ് എന്താണ്, നമ്മുടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ യൂസസ് ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. എന്താണ് യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം മുതലായവ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ റിയാക്ടർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ കാറ്റലിസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുമെന്ന് പറയുന്ന അവരുടെ 2 ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എല്ലാ ബ്ലോക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.